വെൽക്കം ടു എജുടോക്സ്. 2026 LSS USS എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. മാറിയ പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി ചില മാറ്റങ്ങളോട് കൂടിയാണ് ഇത്തവണത്തെ എക്സാം നടക്കാനിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുക. ഏതായാലും LSS എന്ന പേരിലല്ല ഇനി ആ പരീക്ഷ അറിയപ്പെടുന്നത്. പകരം CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്ന രീതിയിലാണ് അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ വന്നിരിക്കുന്ന വിജ്ഞാപനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് എക്സാമിൻ്റെ ഡേറ്റാണ്. അടുത്തതായിട്ട് നമ്മുടെ സിലബസ് ഏതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഓരോ വിഷയത്തിനും നൽകിയിരിക്കുന്ന മാർക്കിൻ്റെ പ്രയോറിറ്റികളാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതും നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പരീക്ഷയുടെ ഡേറ്റ് 2026 ഫെബ്രുവരി 26 തന്നെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ചയാണ്. 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഫസ്റ്റ് പേപ്പർ രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ്. പേപ്പർ സെക്കൻഡ് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയുള്ള സമയത്താണ് പരീക്ഷ നടക്കുന്നത്. ഇങ്ങനെ 2 പേപ്പറുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷയുടെ സിലബസാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജനുവരി 31 അപ്പോൾ ജനുവരി മാസം വരെ നമ്മൾ കവർ ചെയ്യുന്ന പാഠഭാഗം, ആ പാഠഭാഗമായിരിക്കും 2025-26 അധ്യയന വർഷത്തിൽ ജനുവരി 31 വരെ നമ്മളെ സിലബസ്, അതായത് സ്കീം ഓഫ് വർക്ക് പ്രകാരം നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന സ്കീം ഓഫ് വർക്ക് പ്രകാരം തീർക്കേണ്ട പാഠഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തെ പാഠഭാഗങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, വിവരണാത്മക ചോദ്യങ്ങളിൽ വിശദമായി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും ഉണ്ടാകും. ഈ 2 ടൈപ്പിലായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനുകളൊക്കെ വരിക എന്നതാണ് ഒരു മാറ്റമായിട്ടുള്ളത്. ഇനി പേപ്പർ 1 വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. 2 മണിക്കൂറാണ് പരീക്ഷ ആകെ ഉണ്ടാവുക പേപ്പർ 1. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിട്ട് പോകും. ബാക്കി 1.25 മണിക്കൂറാണ് നമുക്ക് പരീക്ഷ എഴുതാനായിട്ടുണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു 105 മിനിറ്റ് സമയമാണ് പരീക്ഷയ്ക്കായിട്ടുണ്ടാവുക. 50 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചോദ്യത്തിന് 2 പോയിൻറ്റ്, അതായത് 2 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വായിക്കാനൊക്കെ കഴിയുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് ടിക്ക് ചെയ്യാനാണ് ഉണ്ടാവുക. ഇതിൽ 2ാമത്തെ പോയിൻ്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ കഴിയും വിധമുള്ള ബുക്ക്ലെറ്റ് പ്രത്യേകമായി നൽകുന്നതാണ്. പേപ്പർ 1 ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിലുള്ള സബ്ജക്റ്റുകൾ, പേപ്പർ 1 മലയാളം 10 ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. ഓരോന്നിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ 10 മാർക്ക്. ഇംഗ്ലീഷും അതുപോലെ തന്നെ 10 ചോദ്യങ്ങൾ 10 മാർക്കായിരിക്കും. അതുപോലെ തന്നെ ഗണിതത്തിലും 10 ചോദ്യങ്ങൾ ഉണ്ടാവും, 10 മാർക്ക്. അങ്ങനെ പരിസര പഠനം, അതുപോലെ പൊതുവിജ്ഞാനം, GK, ഇതിനെല്ലാം 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആകെ 50 ചോദ്യങ്ങൾ, 50 മാർക്ക്. ഈ രീതിയിലാണ് നമുക്ക് 1ാമത്തെ പേപ്പർ ഉണ്ടാവുക. ഇതിൽ GKയുടെ കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. GK ഏതൊക്കെ ഏരിയ ബേസ് ചെയ്താണ് ഉണ്ടാവുക എന്നതുകൂടെ നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനം, അത് 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 40% കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, ആനുകാലികമായ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 40% എന്ന് പറയുമ്പോൾ 4 മാർക്ക് നമുക്ക് ആനുകാലികത്തിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അത് ഇതിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് വിജ്ഞാപനത്തിൽ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള 60% അഥവാ 6 മാർക്ക് നമ്മുടെ പാഠഭാഗങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ വിനിമയം ചെയ്തിട്ടുള്ള തീമുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. അപ്പോൾ ഓരോ വർഷവും ഇതിനായി SCERT നിർദ്ദേശിക്കുന്ന 3 തീമുകൾ തിരഞ്ഞെടുത്ത് അതാത് അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ 2ാമത്തെ പോയിന്റ് നോക്കുക. 2025-26 അധ്യയന വർഷത്തിൽ താഴെ പറയുന്ന മേഖലകളിൽ നിന്നുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഈ 3 പോയിന്റ്. അപ്പോൾ ഈ 6 മാർക്ക് ഈ 3 പോയിന്റുകളിൽ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് GKയിൽ വരുന്ന 6 മാർക്കുകൾ ഉണ്ടാകുക. ഒന്ന് കേരളം അടിസ്ഥാന വസ്തുതകൾ എന്നതാണ് 1ാമത്തെ തീം.
രണ്ടാമത്തത് പക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഈ 3 മേഖലകളെ അടിസ്ഥാനമാക്കിയായിരിക്കും GKയിലുള്ള 60% ക്വസ്റ്റ്യൻസും ഉണ്ടാവുക, അഥവാ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് GKയുടെ കാര്യങ്ങൾ. ഇനി പേപ്പർ 2 ആണ്. പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ വിവരണാത്മക ചോദ്യങ്ങളാണ്, അഥവാ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. നേരത്തെ പേപ്പർ 1-ൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്, അത് ഓപ്ഷൻ ടിക്ക് ചെയ്യാനുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പേപ്പർ 2-ൽ നമ്മൾ വിവരണാത്മക ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുമ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും അതിൻ്റെ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ 2 മണിക്കൂർ സമയമാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 15 മിനിറ്റ്സ് അഥവാ 15 മിനിറ്റ് സമയം കൂൾ ഓഫ് ടൈം ആയിരിക്കും. അതിനുശേഷം പേപ്പർ 2-ൽ ഓരോ വിഷയത്തിലും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഉയർന്ന ശേഷി പരിഗണിച്ചുകൊണ്ടുള്ള വിവരണാത്മക ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതാനുണ്ടാകും. വിശദീകരിച്ച് തന്നെ ആൻസറുകൾ എഴുതേണ്ട ചോദ്യങ്ങളായിരിക്കും. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനുള്ള ബുക്ക്ലെറ്റ് രൂപത്തിലുള്ള ചോദ്യപേപ്പർ തന്നെയാണ് ഉണ്ടാവുക. അതിൽ ഉത്തരം എഴുതാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. അതിൽ ഉണ്ടായിരിക്കും. പിന്നെ ആകെ 6 ചോദ്യങ്ങളെ പേപ്പർ 2-ൽ ഉണ്ടാവുള്ളൂ. 6 ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അഥവാ 6, 5 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യവും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ്, ഏതൊക്കെ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ 6 ചോദ്യങ്ങൾ വരുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ മലയാളത്തിൽ 2 ചോദ്യങ്ങളാണ് വരിക. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 10 മാർക്ക്. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 മാർക്ക്, 5 മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗണിതത്തിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത് 5 മാർക്ക് വീതമാകുമ്പോൾ അതും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതുണ്ടാവും. പിന്നെ പരിസര പഠനം ഒരു ചോദ്യമേ ഉണ്ടാവുള്ളൂ, അതിന് 5 മാർക്ക്. അങ്ങനെ 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, ആകെ 30 മാർക്കിന്. ഇങ്ങനെയാണ് പേപ്പർ 2 നമുക്ക് നൽകുന്നത്. അപ്പോൾ പേപ്പർ 1ഉം 2ഉം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പേപ്പർ 1-ൽ 50 മാർക്കിനുള്ള ചോദ്യങ്ങളും പേപ്പർ 2-ൽ 30 മാർക്കിനുള്ള ചോദ്യങ്ങളും ആകെ 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ വർഷത്തെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് മലയാളത്തിൻ്റെ ചോദ്യം നോക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ വിഷയത്തിൻ്റെയും 1 വേർഡ് ആണ് ആദ്യം നോക്കുന്നത്. നമുക്ക് 2 വരി കവിത ഇവിടെ തന്നിട്ടുണ്ട്. കവിത എന്താണ്? അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി. ഈ 2 വരി കവിതാ ശകലം, ഈ ശകലത്തിന്റെ അർത്ഥമായി വരുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അറിവ് നേടുമ്പോഴാണ് ഇനിയും ധാരാളം അറിവ് നേടാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അത് ഒരു ശരിയാണ് അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി വെക്കുന്നു. ഓരോ പുതിയ അറിവും മറ്റൊരു അറിവിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. അതും എന്താണ്, നമുക്ക് ഒരു മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇനി അല്പം കൂടി മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് അറിയുന്നത്. ഇവിടെ മാത്രമേ അഥവാ കുറച്ചും കൂടി മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി പഠിക്കാൻ വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് തെറ്റാണ്. കാരണം നേരത്തെ നമ്മളെ കവിതാശകലം എന്ന് പറയുന്നത് അറിഞ്ഞിടുമ്പോൾ അറിയാം അറിയാൻ ഒത്തിരി ബാക്കി, അഥവാ ഇനിയും ഒരുപാട് അറിയാനുണ്ട് എന്ന അർത്ഥമാണ് വരേണ്ടത്. അത് ആദ്യത്തെ 2 എണ്ണമാണ് അതിന് യോജിച്ചത്. അപ്പോൾ ഇത് ഈ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ABCDയിൽ പറയുന്നത് 1ഉം 2ഉം ശരിയാണ് അല്ലേ? അപ്പം നമ്മൾ ഉത്തരം അത് തന്നെയാണ് വരുന്നത്. ഇനി 2ഉം 3ഉം ശരിയാണ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ 1ഉം 3ഉം ശരിയാണ് എന്ന ഓപ്ഷൻ ഉണ്ട്. 1ഉം 2ഉം 3ഉം, ഈ മുകളിൽ കൊടുത്ത 3ഉം ശരിയാണ് എന്ന ഓപ്ഷനും ഇതിൽ കാണാം. അപ്പം അതിൽ സൂക്ഷ്മമായി വിശദമായി ആശയം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ കളങ്ങളിൽ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ 4ഉം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ 2 എണ്ണം ടിക്ക് ചെയ്താലും നിങ്ങളെ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏതാണോ ശരി അതിൽ മാത്രമേ നമുക്ക് ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. ഇനി അടുത്തതായിട്ട് ഇംഗ്ലീഷിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. റോണി, ദ കാറ്റ് വാസ് വാക്കിംഗ് ത്രൂ ദ ലൈൻ. സഡൻലി എ തോൺ പിയേഴ്സ്ഡ് ഇൻടു ഇറ്റ്സ് paw. The cat cried bitterly. Here the cat cried bitterly means, അതായത് നമ്മുടെ കാറ്റ് വേദന കൊണ്ട് കരഞ്ഞു, അതായത് ഒരു മുള്ള് തറച്ചതാണ്. അപ്പോൾ അത് വേദന കൊണ്ട് കരഞ്ഞു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ദ കാറ്റ് വാസ് ഇൻ എ ബാഡ് മൂഡ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ദ കാറ്റ് വെപ്റ്റ് വിത്ത് പെയിൻ. അതുപോലെ തന്നെ വേദന കൊണ്ട് കരഞ്ഞു എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ദ കാറ്റ് വെപ്റ്റ് സോഫ്റ്റ്ലി, അഥവാ പതുക്കെ
കരഞ്ഞു എന്നതാണ്. അതായത് സോഫ്റ്റ് ആയിട്ട് കരഞ്ഞു എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ദ കാറ്റ് വെപ്റ്റ് വിത്ത് ഹങ്കർ ആൻഡ് ടയർഡ്നെസ്, അതായത് വിശപ്പ് കൊണ്ടും ക്ഷീണം കൊണ്ടും കാറ്റ് കരഞ്ഞു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് കാറ്റ് കരഞ്ഞത് പെയിൻ കൊണ്ടാണ് അല്ലേ, മുള്ള് തറച്ചപ്പോൾ പെയിൻ കൊണ്ടാണ് കരഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ ഉണ്ടാവുക. അടുത്തത് നമ്മൾ ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. 5,000-ഉം 34,100-ഉം 28 10-ഉം 225 ഒന്നുകളും ചേർന്ന സംഖ്യയെ സ്ഥാനവിലക്കനുസരിച്ച് എഴുതിയത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സംഖ്യ ഏതാണ്? സംഖ്യ നമുക്ക് നോക്കാം. 5,000 എന്ന് പറയുന്നത് 5000 ആണ്. ഈ 34,100 എന്ന് പറയുന്നത് 34,3400 ആണ്. 28 10കൾ എന്ന് പറയുന്നത് 280 ആണ്. അതുപോലെ 225 ഒന്നുകൾ എന്ന് പറയുന്നത് 225 തന്നെയാണ്. അപ്പോൾ ഇതിന്റെ സം എന്ന് പറയുന്നത് 5, അതുപോലെ 10 0 ശിഷ്ടം 1 5 9 8 8905 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ശരിവെക്കുന്ന സ്റ്റേറ്റ്മെന്റ് അഥവാ ഇതിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 8000 900 5 1 8000 എന്ന് പറയുന്നത് 8000, 900 എന്ന് പറയുന്നത് 900, 5 1 എന്ന് പറയുന്നത് 5. നോക്കാം, അത് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 8905. ഇങ്ങനെയാണ് മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി മാത്സിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ കാണാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ശ്രീയേഷ് 210 രൂപക്ക് 21 പേന വാങ്ങി. രൂപേഷ് മറ്റൊരു തരം പേന 1-ന് 12 രൂപ വെച്ച് വാങ്ങി. താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ പ്രസ്താവന 3 4 നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ശ്രീയേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ. അതുപോലെ തന്നെ രൂപേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ. അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 2 രൂപ ആണ്. അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 9 രൂപയാണ്. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് ശരിയെന്ന് നോക്കാം. നമുക്കിവിടെ രൂപേഷ് വാങ്ങിയ പേനയുടെ വില 12 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീയേഷ് വാങ്ങിയ പേനയുടെ രൂപ എത്രയാണെന്ന് കണ്ടെത്തണം. 21 പേന 210 രൂപക്കാണ് വാങ്ങിയത്. അപ്പോൾ 21 × 10 = 210. ശ്രീയേഷ് വാങ്ങിയ പേനയുടെ വില 10 രൂപയാണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഈ 10 രൂപയാണ് ശ്രീയേഷ് വാങ്ങിയത്. രൂപേഷ്, ഞാൻ എസ് എന്നിടുകയാണ്, ശ്രീയേഷിന് എസ് 10 രൂപ, രൂപേഷിന് ആർ എന്നിടുകയാണ് 12 രൂപ. ഇനി ഇവിടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ, പ്രസ്താവനകൾ വായിച്ചു നോക്കൂ. ശ്രീയേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ. അത് ശരിയാണോ? ശ്രീയേഷ് എന്ന് വാങ്ങിയ പേനക്കാണോ വില കൂടുതൽ? അല്ല, രൂപേഷിന്റെ പേനക്കാണ് വില കൂടുതൽ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. പിന്നെ രൂപേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 2 രൂപയാണ്, അതും ശരിയാണ്. അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 9 രൂപയാണ്, അത് തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായത് ഇത് രണ്ടുമാണ്. അപ്പൊ ആ ഓപ്ഷൻ ഇതിലുണ്ടാവും. 2ഉം 3ഉം ശരിയാണ്. ഇതാണ് ഇതിലെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി EVS-ലെ ഒരു ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വായു മലിനീകരണം കുറയ്ക്കുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. വൈദ്യുത വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, അപ്പോൾ വായു മലിനീകരണം കുറയുകയാണ് ചെയ്യുക, അത് ശരിയാണ്. ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഡീസൽ ആയാലും പെട്രോൾ ആയാലും അത് വായു മലിനീകരണം ഉണ്ടാക്കുന്നതായതുകൊണ്ട് അത് നമുക്ക് വേണ്ട, അത് തെറ്റാണ്. വിളകളുടെ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്നാണ്. അപ്പോൾ കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വായു മലിനമാകും, അപ്പോൾ അതും തെറ്റാണ്. ജൈവ അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, അപ്പോൾ അത് വായു മലിനീകരണത്തിന് വരും, വായു മലിനീകരണവുമായി ബന്ധപ്പെടാത്തതാണ്, അഥവാ വായു മലിനീകരണം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് അത് നമുക്ക് ഇവിടെ അനുയോജ്യമാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇവിടുത്തെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അതേതാണ്? 1ഉം 4ഉം ശരിയാണ് എന്ന അവസാനത്തെ ഡി ആണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. EVS-ന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ വിശദീകരിക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അടുത്തതായിട്ട് പൊതുവിജ്ഞാനത്തിലെ ഒരു ചോദ്യമാണ്. താഴെ പറയുന്നവ ശ്രദ്ധിച്ചു വായിക്കുക. പ്രസ്താവന: കുയിൽ സ്വന്തമായി കൂടുണ്ടാക്കാറില്ല. അതിന്റെ കാരണമായി പറയുന്നത് കുയിലുകൾ സാധാരണയായി കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടാറുള്ളത്. ഇത് ശരിയായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് കുയില് സ്വന്തമായി കൂടുണ്ടാക്കാറില്ല. കാരണം
എന്താണ്? കുയിലുകൾ സാധാരണയായി കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടാറുള്ളത്. ഇനി ഇതിന്റെ ഓപ്ഷൻ എന്താ അറിയോ? ഇതിന് താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ പ്രസ്താവനയും കാരണവും, ഓപ്ഷൻ എ ആണ് ഞാൻ വായിക്കുന്നത്. പ്രസ്താവനയും കാരണവും, ഇതാണ് വായിക്കുന്നത്. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണവുമാണ്. ഓക്കെ, ഈ പ്രസ്താവനയും കാരണവും ശരിയാണ്. ഈ കാരണം എന്ന് പറയുന്നത് ഈ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണവുമാണ് എന്നാണ്. അത് ശരിയായ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഇവിടെ ശരിയെന്ന് അടയാളപ്പെടുത്തുന്നു, ചെറുതായിട്ട് മാർക്ക് ചെയ്യാണ്. ഇനി അടുത്തത് ബി ഓപ്ഷൻ, പ്രസ്താവനയും കാരണവും ശരിയാണ്. അത് ക്ലിയർ ആണ്. എന്നാൽ കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമല്ല. അപ്പൊ അത് പറ്റില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു നമുക്കൊരു മാർക്ക് ചെയ്ത തെറ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, പിന്നെ പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ്, അത് നമുക്ക് വേണ്ട. പിന്നെ അടുത്തത് പ്രസ്താവന തെറ്റാണ് എന്നാൽ കാരണം ശരിയാണ്, അതും തെറ്റാണ്, അതുകൊണ്ട് അതും വേണ്ട. അപ്പൊ ഇതിൽ ശരിയായത് എ ഓപ്ഷൻ ആണ്. അതുകൊണ്ട് എ ആണ് ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ കുറച്ച് പ്രയാസമുള്ള ചോദ്യങ്ങളാണ് നമ്മളെ മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ തന്നിരിക്കുന്നത്. കാരണം പ്രയാസം എന്ന് പറയുന്നത് ചോദ്യത്തിലല്ല പ്രയാസം, അത് വായിച്ച് അതിൽ ആശയം മനസ്സിലാക്കുന്നിടത്ത് ചില പ്രയാസങ്ങൾ നേരിടും. അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പൊതുവിജ്ഞാനത്തിലെ ഒരു ചോദ്യം കൂടെ നോക്കാം നമുക്ക്. താഴെ പറയുന്ന ജോഡികളിൽ പക്ഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ വരുന്ന ജോഡി ഏതാണ് എന്നാണ്. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന് പറയുന്നത് പക്ഷിയുമായി ബന്ധപ്പെട്ട പഠനമാണ്. എന്നാൽ പെഡോളജി എന്ന് പറയുന്നത് മണ്ണുമായി ബന്ധപ്പെട്ട പഠനമാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ഉത്തരം. ഇനി സെലനോളജിയാണ്. സെലനോളജി നമുക്കറിയാം ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. പെഡോളജി നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ണാണ്. ഇനി വീണ്ടും ഓർണിത്തോളജി, ഓപ്ഷൻ സിയിൽ വരുന്ന ഓർണിത്തോളജി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ കാലിയോളജി എന്ന് പറയുന്നത് പക്ഷിക്കൂടുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കാരണം ഓർണിത്തോളജി പക്ഷിയുമായി ബന്ധപ്പെട്ട പഠനമാണ്, കാലിയോളജി പക്ഷിക്കൂടുമായി ബന്ധപ്പെട്ടത്, അതും പക്ഷിയുമായി ബന്ധപ്പെട്ട പഠനമായതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഹൈഡ്രോളജി, അത് ഭൂമിയിലെ ജലവുമായി ബന്ധപ്പെട്ട പഠനമാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിലെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് GK-യിലുള്ള അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എല്ലാ വിഷയത്തിലെയും ഓരോ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു പോകാം. അടുത്തതായിട്ട് നമ്മൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പറയുന്നത്. അതിൽ മലയാളത്തിലുള്ള ചോദ്യമാണ്, ഒന്ന് ഡയറി എഴുതാനുള്ളതാണ്. മലയാളത്തിൽ 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഡയറി എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. ചോദ്യങ്ങൾ വായിക്കുന്നില്ല, ഉത്തരങ്ങൾ ഡിസ്ക്രിപ്റ്റീവായി എഴുതാനുള്ളത് കൊണ്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് പോസ്റ്റ് ചെയ്ത് അത് കാണാം. ഇനി അടുത്തത് മലയാളത്തിൽ തന്നെ അടുത്തൊന്ന് പത്രവാർത്ത തയ്യാറാക്കാനുള്ള ചോദ്യമാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ അതും അതുപോലെ തന്നെ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ഇംഗ്ലീഷിലെ ഒരു ചോദ്യമാണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കോൺവെർസേഷൻ ആണ് ബിറ്റ്വീൻ നന്ദു ആൻഡ് ഹിസ് ഫാദർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതിന്റെ ആൻസർ 5 മാർക്കിന് നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ എഴുതേണ്ടി വരും. അടുത്തത് ഗണിതവുമായി ബന്ധപ്പെട്ട 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗണിതവും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് 50 കുട്ടികളും 5 അധ്യാപകരും കൂടെ പഠനയാത്ര പോയി എന്നതാണ് ചോദ്യത്തിന്റെ തുടക്കം. 3 ഓപ്ഷനുകളാണുള്ളത്. അപ്പോൾ അതിൽ ചതുഷ്ക്രിയകളാണ് വരിക. ആഡ് ഉണ്ടാവും, സബ്ട്രാക്ട് ഉണ്ടാവും, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 5 മാർക്കിന്റെ ചോദ്യമാണ് മാത്സിലും ഉണ്ടാവുക. EVS-ഉം ഇതുപോലെ തന്നെയാണ്. EVS-ലും ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഒരു ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 3 ഉപചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും ഓരോ ഉപചോദ്യങ്ങളും വായിക്കുകയും അതിനനുസരിച്ച് ആൻസർ എഴുതുകയുമാണ് വേണ്ടത്. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇത്തരത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ LSSന്റെ അഥവാ CM കിഡ്സ് സ്കോളർഷിപ്പ് LPയുടെ നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് അതിലെ പ്രധാന ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ടു, മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ട് നമ്മൾ ഗണിതമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റിന്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി 1 വേർഡും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവായുള്ള ക്വസ്റ്റ്യനൊക്കെ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ്. മറ്റു വിഷയങ്ങളും സന്ദർഭോചിതമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫെബ്രുവരി 26-നാണ് എക്സാം നടക്കുന്നത്. അത് കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഉള്ള സമയം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ചോദ്യത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നതാണ് നമ്മൾ നോക്കേണ്ടത്.
ഒരുപാട് പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് LSS കിട്ടണമെന്നില്ല. മറിച്ച് ചോദ്യം എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പരമാവധി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൽ അത്തരം വീഡിയോകൾ, അത്തരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷനുകൾ വരും. ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഒരു ചോദ്യം വായിക്കുകയും അത് മനസ്സിലാക്കുകയും ഓപ്ഷനുകൾ അഥവാ നമുക്ക് നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളും വായിക്കുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് തിരഞ്ഞെടുത്ത് അത് ടിക്ക് ചെയ്യാന്ന് പറയുന്നത് അതിനുള്ള ആകെ സമയമാണ് ഒരു ചോദ്യത്തിന് 2 മിനിറ്റ് എന്ന് പറയുന്നത്. 2 മിനിറ്റ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അങ്ങനെ 50 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് 5 വിഷയങ്ങളിലായിട്ട് കിടക്കുകയുമാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ഈസ് മസ്റ്റ്, നിർബന്ധമായിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ഉള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഒരുപാട് പഠിച്ചത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് LSS കിട്ടണമെന്നില്ല. പഠിച്ച കാര്യം എങ്ങനെ പ്രയോഗിക്കണമെന്ന് കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. പിന്നെ രണ്ടാമത്തെ പേപ്പർ ആകുമ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതിനും നിങ്ങൾക്കറിയാം, എഴുതാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് എഴുതാനുണ്ടാകും. അപ്പോൾ അതിനും സമയം തികയില്ല. അപ്പോൾ അതും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി വിജയിക്കുമെന്ന് ഉറപ്പാണ്. എത്രയാണ് പാസ് മാർക്ക് എന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. ഏതായാലും നിങ്ങൾ 80 മാർക്കിൽ 80 മാർക്കും വാങ്ങാനായിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക, ശ്രമിക്കുക. നിങ്ങൾക്ക് LSS കിട്ടും. എല്ലാവർക്കും വിജയാശംസകൾ.